ഹായ് ഫ്രണ്ട്സ്, നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങുമോ അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നതുമായിട്ടുള്ള മിക്ക ഓഡിയോ സിസ്റ്റങ്ങളും അതിൻ്റെ ഒരു ഷേപ്പ് എങ്ങനെയാണ്? ഒരു സ്ക്വയർ മെറ്റൽ ബോക്സിനകത്ത് ഇങ്ങനെ ബെഡ് ടൈപ്പ്, അതായത് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് വെക്കാവുന്ന ആ രൂപത്തിലായിരിക്കും മിക്ക ഹോം തിയേറ്ററും അതിൽ ഓഡിയോ സിസ്റ്റങ്ങൾ എല്ലാം തന്നെ അങ്ങനെ ഒരു ലുക്കിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി 5.1 ഡോൾബി DTS ഹോം തിയേറ്ററിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 400 വാട്ട് RMS ഔട്ട്പുട്ട് തരുന്ന ഈ ഓഡിയോ സിസ്റ്റത്തിനകത്ത് ഡിജിറ്റൽ ഇൻപുട്ടുകൾക്ക് പുറമെ USB, ബ്ലൂടൂത്ത്, അങ്ങനെ ഒരു ഹോം തിയേറ്ററിന് എന്തൊക്കെ ഇൻപുട്സ് വേണോ അതെല്ലാം പരമാവധി ഇതിനകത്ത് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. മൂവി കാണുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. കാരണം ഇതിനകത്ത് ബേസ്, മിഡ് ബേസ് ഇതൊക്കെ കുറച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു രൂപത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മൂവിക്കായിരിക്കും കുറച്ചും കൂടി ഇത് സ്യൂട്ടബിൾ ആവുക. മ്യൂസിക് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും, പക്ഷേ എങ്കിൽ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയത് മൂവി കാണുക എന്നുള്ള പർപ്പസ് ആയിരിക്കും. ട്രിബിളിനോടൊപ്പം ബേസും മിഡ് ബേസും എല്ലാം കുറച്ച് ഒന്ന് കയറി നിൽക്കുന്ന ആ ഒരു ഓഡിയോ സെറ്റപ്പ് ആയിരിക്കും നമുക്കൊരു മൂവി കാണാൻ ഏറ്റവും നല്ലത്. ഈ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം അങ്ങനെയുള്ള OTT പ്ലാറ്റ്ഫോമിലൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഇതിനകത്ത് മൂവി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ മൂവി യഥാർത്ഥത്തിലുള്ള തിയേറ്ററിൽ നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ സൗണ്ട്, ഓഡിയോ ട്രാക്ക് എങ്ങനെയാണോ വന്നത് അത് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലും ഇതിനകത്ത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്പീക്കേഴ്സൊക്കെ ആണെങ്കിലും നല്ല ക്വാളിറ്റി ആയിട്ടുള്ള, ഒരുപാട് എമൗണ്ട് വരാത്ത എന്നാൽ നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ സിസ്റ്റത്തിൽ ഒന്ന് ക്ലോസ് ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ 5.1 ഡോൾബി DTS ഹോം തിയേറ്ററിൻ്റെ ഒരു ടോട്ടൽ സെറ്റപ്പ്. അത് ഇങ്ങനെയാണ്. പിന്നെ അത് എടുത്തു പറയേണ്ട കാര്യം, ഇതിൻ്റെ ഈ ഹോം തിയേറ്റർ ഈ ഒരു സിസ്റ്റം തന്നെയാണ്, ആംപ്ലിഫയർ സെക്ഷൻ, ഈ ആംപ്ലിഫയർ ആയിട്ടുള്ള ഈ ഒരു സിസ്റ്റം തന്നെയാണ്. ഇത് നോർമലി ഒരു ഹോം തിയേറ്ററിൽ ഈ ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു ക്യാബിനല്ല. ഇത് ഹൈ എൻഡ് കമ്പ്യൂട്ടറുകളൊക്കെ ചെയ്യുന്ന ആൻഡസ്പോർട്സിൻ്റെ ഒരു കമ്പ്യൂട്ടർ ക്യാബിനകത്താണ് നമ്മൾ ഈ സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്യാബിനിലേക്ക് ഈ ഒരു സിസ്റ്റം അസംബിൾ ചെയ്യാനായിട്ട് നമ്മൾ ഈ ക്യാബിനകത്ത് ഒരുപാട് ആൾട്രേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ കാണുന്ന ഈ ഒരു രൂപത്തിലേക്ക് ഇതിനെ എത്തിച്ചത്. ഈ സിസ്റ്റം പൂർണ്ണമായിട്ടും ക്ലാസ് Dയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ ഇതുപോലെയുള്ള ക്യാബിനുകളെല്ലാം അത് വളരെ തിന്നായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. കാരണം കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് അത്രയ്ക്ക് കാര്യക്ഷമമായിട്ടുള്ള ഒരുപാട് വെയിറ്റ് എടുക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്യാബിനല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസ് Dയിലേക്ക് നമ്മൾ മാറിയത്. ക്ലാസ് D ആകുമ്പോൾ നമുക്ക് SMPS ഉപയോഗിച്ച് നമുക്കിത് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇത് ഫുൾ ക്ലാസ് Dയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു 5.1 ഡോൾബി DTS ഹോം തിയേറ്ററാണ്. ഇതിൻ്റെ ഇൻപുട്ടുകൾ ഡിജിറ്റലിലേക്ക് വന്ന HDMI ഉണ്ട്, ഒപ്റ്റിക്കലുണ്ട്, കോവാക്സിലുണ്ട്, പിന്നെ USB, ബ്ലൂടൂത്ത്, 3 ഓക്സ്, ഇത്രയാണ് ഇതിൻ്റെ ഇൻപുട്ടുകളായിട്ട് വരുന്നത്. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ OTT പ്ലാറ്റ്ഫോമിലൊക്കെ കണക്ട് ചെയ്തിട്ട് മൂവി കാണാൻ ഇത് നല്ല ബെസ്റ്റ് തന്നെയാണ്. അതായത് പക്ക നോയ്സ് ഫ്രീ ആയിട്ടുള്ള രീതിയിൽ അതിൻ്റെ സർക്യൂട്ടുകളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന് ടോട്ടൽ വാട്ടേജ് 400 വാട്ട് RMS ആണ്. അത് ഫ്രണ്ട് ലെഫ്റ്റും ഫ്രണ്ട് റൈറ്റും, അതുപോലെ റിയർ ലെഫ്റ്റ്, റിയർ റൈറ്റ്, ഈ 4 ട്രാക്ക് 50 വാട്ട് വീതമുള്ള ആംപ്ലിഫയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ ചാനൽ 100 വാട്ട്, സബ് വൂഫറും 100 വാട്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ഈ ആംപ്ലിഫയർ സെക്ഷൻ എല്ലാം വന്നിരിക്കുന്നത്. നല്ല റിമോട്ട് കിറ്റ് ആണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഡിസ്പ്ലേ ആണെങ്കിലും കുറച്ച് വലിപ്പമുള്ള ഡിസ്പ്ലേ. സാധാരണ നമ്മൾ 16:2 സൈസാണല്ലോ വരുന്നത്. 16:4 സൈസിലുള്ള
വലിപ്പമുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് വച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഫ്രണ്ട് പോർഷനിൽ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു കൺട്രോൾ പാനൽ പോലെ ഒന്ന് ഉണ്ട്. അതായത് ഇതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ, USB ഹെഡ്ഫോൺ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർഷൻ ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗത്ത് ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് തന്നെയാണ് ഇതിൻ്റെ USB കാര്യങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന അതേ USB തന്നെയാണ് ഇതിൻ്റെയും USB വർക്ക് ചെയ്യുന്നത്. ആ രൂപത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരുപാട് ആൾട്രേഷൻ വരുത്തിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ഈ ഒരു രൂപത്തിലേക്ക്, ഈ ഒരു ലുക്കിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പറ്റിയത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡായാലും ബാക്കും എല്ലാം കംപ്ലീറ്റ് ഇത് അക്രിലിക് പാനലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഉള്ള ഈ ഒരു ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് റെഡിമെയ്ഡ് ആണെന്ന് പറയുള്ളൂ. അപ്പോൾ ആ ഒരു ലുക്കിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള കട്ടിങ് കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യത്തിനും വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സാധാരണ ഇതുപോലൊരു ഹോം തിയേറ്ററൊക്കെ നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു 300 വാട്ടിൻ്റെ 24 വോൾട്ട് 300 വാട്ടിൻ്റെ ഒരൊറ്റ SMPS കൊണ്ട് ഇതിനൊക്കെ റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ സ്ഥാനത്ത് ഞാനത് 2 SMPS ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 200 വാട്ടിൻ്റെ 2 SMPS. കാരണം ഒരു കാരണവശാലും ഇതിനകത്തുള്ള ആ ഒരു പവർ ലോസ് വരരുത്. അതായത് ബേസ് പെർഫോമൻസ് ഒക്കെ വരുമ്പോൾ വോൾട്ടേജ് അതിന് പറ്റാത്ത രീതി വരരുത് എന്ന് കൺസിഡർ ചെയ്ത് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ സർക്യൂട്ട് ഭാഗങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ HDMI പോർട്ടുണ്ട്, ഒപ്റ്റിക്കൽ, കോവാക്സിൽ അങ്ങനെയുള്ള ഡിജിറ്റൽ ഇൻപുട്ടുകൾ. അതിന് താഴെയായിട്ട് ഒരു 6 RCA ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ കണക്ഷൻ, സ്പീക്കറിന് എല്ലാത്തിനും നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാം ബനാന സോക്കറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെയും ആ ബാക്ക് പോർഷനെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുൾ അക്രിലിക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പവർ സപ്ലൈ കോഡ് കൊടുത്തിരിക്കുന്നത് ഒരു 3-പിൻ പ്ലഗ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇത് SMPS-ലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ SMPS ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് എന്തെങ്കിലും ഇലക്ട്രിക് ഷോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അങ്ങനെ ഇഷ്യൂ വരരുത് എന്ന് കരുതിയിട്ടാണ് 3-പിൻ പ്ലഗ് ടോപ്പ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഒരു മെയിൻ പവർ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്യൂസ് കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ളത്. പിന്നെ ബാക്കിൽ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഉള്ളത്. നമ്മൾ ആദ്യം USB പോർട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ. ഇതിനകത്ത് ഈ കമ്പ്യൂട്ടറിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പാനലിൽ ഉള്ള അതേ ബട്ടണും USB ഒക്കെയാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. USB പെൻഡ്രൈവ് കണക്ട് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ തന്നെ ഈ പെൻഡ്രൈവ് പോർട്ടിലേക്ക് കണക്ട് ചെയ്താൽ മതിയാകും. നമ്മളിതിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഈ CPU ഓൺ ആക്കുന്ന ഈ ഒരു മൈക്രോ സ്വിച്ച്, വളരെ ചെറിയ സ്വിച്ചാണ്. ആ മൈക്രോ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് നമുക്കിതിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഇതൊരു സ്റ്റാൻഡ് ബൈ സ്റ്റോപ്പ് ആ ഒരു സംവിധാനം നമ്മളിതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. തന്നെയല്ല, വൺസ് നമ്മൾ സാധാരണ മിക്കവാറും സിസ്റ്റങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാൽ ഓഫായിട്ട് പിന്നെ കറണ്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് ഓണാവും അല്ലേ. ഇതിനകത്ത് അങ്ങനെയല്ല. ഇത് വൺസ് കറണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൺ ചെയ്തെങ്കിലാണ് ഓൺ ആവുള്ളൂ. ഇല്ല എങ്കിൽ ഇത് സ്റ്റാൻഡ് ബൈ മോഡിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡ് ബൈ മോഡിൽ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്ലഗ് കുത്തി നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ടോപ്പിൽ ഇത് സ്റ്റാൻഡ് ബൈ എന്നുള്ള ആ ഒരു ഇൻഡിക്കേഷന് വേണ്ടി ഒരു LED ബ്ലിങ്ക് ആവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ ആ റോട്ടറി എൻകോഡറിൻ്റെ ചുറ്റും ഒരു റൗണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ലൈറ്റെല്ലാം കറക്റ്റായിട്ടുള്ള ഫോക്കസിൽ നല്ല ബ്രൈറ്റ് റെഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്ന് ഈ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം കാണാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് വെച്ചാൽ ഒരു വലിയ ഒരു ഡിസ്പ്ലേ ഉണ്ട്. ആ ഡിസ്പ്ലേയും അതിന് താഴെയായിട്ടൊരു റോട്ടറി എൻകോഡർ, പിന്നെ അതിന് താഴെ ഒരു അപ്പിയറൻസിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഭാഗമുണ്ട്. ഇതിലെല്ലാത്തിലും നമ്മൾ ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഇതിൻ്റെയും സ്ക്രീനിൽ കാണുന്ന അതേ ലൈറ്റ് തന്നെയാണ് നമ്മൾ ഈ സൈഡുകളിലും എല്ലാം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് സ്റ്റാൻഡ് ബൈയിൽ അതുണ്ടാവില്ല. സ്റ്റാൻഡ് ബൈയിൽ ആ റെഡ് റിങ് മാത്രമായിരിക്കും ഉണ്ടാവുക. ബാക്കി ഓൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഒരു ബ്ലൂ കളറായിട്ട് കംപ്ലീറ്റ് മാറുക. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ക്യാബിനും കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്യാബിൻ തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡ് ഓപ്പണാണ്. അതായത് ഈ റൈറ്റ് സൈഡ് ഇത് ഓപ്പണാണ്. അവിടെ ഒരു ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്, ഒരു സെമി ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് ഉള്ളിലുള്ള സർക്യൂട്ട് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പുറത്തു നിന്ന് കാണാൻ പറ്റും. അപ്പം അങ്ങനെ കാണണം എന്ന് കരുതി, അതിനകത്ത് ഉള്ളിലുള്ളത് എന്തൊക്കെയാണെന്ന് പുറത്ത് കാണണം എന്ന് കരുതി തന്നെ ഇതിൻ്റെ വയറിംഗ് ഒക്കെ ആണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് വാരി വലിച്ചിട്ടാണ്ട് വളരെ അടുക്കും ചിട്ടയായിട്ടാണ് ഇതിൻ്റെയും സർക്യൂട്ട് അസംബ്ലിങ്ങിൻ്റെ വയറിംഗ് മാനേജ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത്.
പിന്നെ ഇതിനകത്ത് 2 കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഈ സിസ്റ്റത്തിന് കൂളിംഗ് ഫാൻ്റെ ആവശ്യമില്ല. കാരണം ഇത് ക്ലാസ് ഡി ആയതുകൊണ്ട് തന്നെ വളരെ മിനിമം ആയിട്ടുള്ളൊരു ഹീറ്റേ ഉണ്ടാവുള്ളൂ. അതിന് ഡിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ തന്നെ ഒരു ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അപ്പിയറൻസിനും കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലുള്ള കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന 2 RGB കൂളിംഗ് ഫാനാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയും അതിൻ്റെ ഫ്രണ്ട് പാനലിലൊക്കെ നമുക്ക് ബ്ലൂ കളർ LED വരുന്ന പോലെ തന്നെ ഇതിൻ്റെ ഈ RGB കൺട്രോൾഡ് ആയിട്ടുള്ള ഈ ഫാനിലും അതിൻ്റെ ആ ഒരു ലൈറ്റ് വരും. അപ്പോൾ ഇത് കാണാൻ വളരെ ഭംഗിയായിരിക്കും. പിന്നെ ഇതിൻ്റെ ലൈറ്റ് ഒരുപാട് അങ്ങ് സ്പ്രെഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി വളരെ കറക്റ്റായിട്ട് കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ ലൈറ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് HDMI, ഒപ്റ്റിക്കൽ, കോവാക്സിൽ അങ്ങനെയുള്ള ഡിജിറ്റൽ ഇൻപുട്സുകൾ കൊണ്ടുവന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ആ ഒരു ഇൻപുട്ട് ആയാലും ഇതിനകത്ത് ഏതൊരു ഫംഗ്ഷൻ ആയാലും നമുക്ക് ഈ റിമോട്ട് ത്രൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് HDMIയിൽ നിന്ന് ഒപ്റ്റിക്കലിലേക്ക് മാറണം, ഒപ്റ്റിക്കലിൽ നിന്ന് കോവാക്സിലേക്ക് മാറണം, അല്ലെങ്കിൽ USB ബ്ലൂടൂത്ത് ഏത് ഫംഗ്ഷൻ ആയാലും നമുക്ക് ഈ റിമോട്ട് ത്രൂ നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇൻ കേസ് ഈ റിമോട്ട് നമുക്ക് മിസ്സായി പോയാൽ അല്ലെങ്കിൽ ഡാമേജ് ആയി പോയാൽ തന്നെയും ഈ ഫ്രണ്ടിൽ കാണുന്ന ഇവിടെയുള്ള റോട്ടറി എൻകോഡറിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിൻ്റെ സ്പീക്കർ പാക്കേജുകൾ ആക്ച്വലി ട്രിബിളിനോടൊപ്പം കുറച്ച് മിഡ് ബേസും അതുപോലെ തന്നെ ബേസും അധികമുള്ള രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം നമ്മൾ കൂടുതലായിട്ടും ഇത് മൂവി കാണാനായിരിക്കും ഉപയോഗിക്കുക. കാരണം ഡോൾബി DTS ഹോം തിയേറ്റർ സാധാരണ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തിയേറ്റർ ഫീല് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് മിഡ് ബേസും നമുക്ക് അധികം വേണം. അപ്പോൾ ആ ഒരു രൂപത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ OTT പ്ലാറ്റ്ഫോമിലൊക്കെ സിനിമ കാണുവാണെങ്കിൽ നമ്മൾ ഡിജിറ്റലി കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് തിയേറ്ററിൽ ആ മൂവി എങ്ങനെയാണോ അവിടെ പ്ലേ ചെയ്തത്, അപ്പോൾ സൗണ്ട് ട്രാക്കിംഗ് എങ്ങനെയാണോ വന്നത്, അതേപോലെ തന്നെ നമുക്ക് തിരിച്ച് നമ്മുടെ റൂമിലും അതേ ഓഡിയോ എഫക്റ്റ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡിജിറ്റൽ ഇൻപുട്ട് കണക്ട് ചെയ്യണമെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ സ്പീക്കർ പാക്കേജിൽ ഈ ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ്, അതുപോലെ റിയർ ലെഫ്റ്റ് റിയർ റൈറ്റ്, ഈ 4 സ്പീക്കേഴ്സ് വന്നിരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ഊഫറാണ് കൊടുത്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ ഒരുവിധം നല്ല ക്വാളിറ്റി ഒരു ഊഫറാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും ഓരോരോ ട്യൂട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. 2-way ക്രോസ് ഓവറൊക്കെ വെച്ച് MDF 17mm MDFിൽ ചെയ്ത് നല്ല ഫിനിഷ്ഡായിട്ട് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സാണ് എല്ലാം. ഇതിനകത്ത് ബോക്സിലൊന്നും ക്വാളിറ്റിക്ക് ഒരു മാറ്റം വരുത്തിയിട്ടില്ല. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ്. ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ഇല്ല. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ എല്ലാത്തിനും ബാക്കിൽ സ്പീക്കർ കണക്റ്റേഴ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. സാധാരണ ചെയ്യാറുള്ള ബോക്സുകളൊക്കെ ഈ ഊഫർ ഇതിന് പുറത്തായിരിക്കും ഇരിക്കുക, അല്ലേ? നമ്മൾ ചെയ്യുന്ന എല്ലാ സിസ്റ്റങ്ങളുടെയും സ്പീക്കേഴ്സ് ഊഫർ അകത്ത് തന്നെയായിരിക്കും ഇരിക്കുക. അതായത് ഈ ഔട്ട്സൈഡ് ഇത് ഫ്ലഷ് ആയിരിക്കും, മനസ്സിലായി? ഇതിന് പുറത്തേക്ക് ഊഫർ നിൽക്കില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇതെല്ലാം ചെയ്യാറുള്ളത്. നമ്മൾ ചെയ്യാറുള്ള മിക്ക ബോക്സുകളും എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഈ സെൻട്രൽ സ്പീക്കറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ 2 ഫുൾ റേഞ്ചും ഒരു ട്യൂട്ടറുമാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ 4 ഇഞ്ച് കൊടുക്കാൻ കാരണം വെച്ചാൽ ഒരുവിധം നല്ല പെർഫോമൻസ് ഉള്ള 2 ഫുൾ റേഞ്ചാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ സെൻട്രൽ ചാനൽ സ്പീക്കർ വലിയൊരു വിഷയമാണ്. വലിപ്പം കൂടുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എങ്കിലും ഇത്രയും വലിപ്പമുള്ള ഈ സാധനം നമുക്ക് TVയുടെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കുവാണെങ്കിൽ ചിലപ്പോൾ TVയുടെ ആ ബോട്ടം ഭാഗം ചിലപ്പോൾ കുറച്ച് കവറാകും. അല്ലെങ്കിൽ ഇതെടുത്ത് TVയുടെ അല്ലെങ്കിൽ മോളിൽ കൊണ്ട് വെക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഹിയറിംഗ് ആ ഒരു ലെവല് കുറച്ച് പ്രോബ്ലം ഉണ്ടാകും. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ട് ഇടത്തിൽ നമുക്ക് TVയുടെ താഴെയൊക്കെ ആയിട്ട് സ്യൂട്ടായിട്ട് വെക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ സൈസ് ചെറുതായിട്ടാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നിന്നൊക്കെ നല്ല ബേസ് വരുന്നുണ്ടെന്നുള്ളതാണ്. നല്ല ക്ലീൻ ആയിട്ട് സെൻട്രൽ ചാനലിൽ നിന്ന് ബേസ് വരും. അത് നന്നായിട്ട് ഇത് ചെയ്യും. ഫുൾ റേഞ്ച് സ്പീക്കറാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എയർ ഹോൾ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് ബാസായിരിക്കും ഇതിനകത്ത് നിന്ന് വരിക. പിന്നെ ഇത് സബ്വൂഫർ ചെയ്തിരിക്കുന്നത് അതും 17mm MDFിൽ പക്ക കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്തിരിക്കുന്ന ഡ്രൈവർ 12 ഇഞ്ചിൻ്റെ അവാർഡാണ്. നമ്മൾ ഒരുപാട് ഹയറിലേക്ക് പോകുന്നില്ല. 12 ഇഞ്ചിൻ്റെ അവാർഡ് ആക്ച്വലി എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഒന്നിലെ JBL വേണം, അല്ലെങ്കിൽ പൈനിയർ വേണം, സോണി, അങ്ങനെ ആ ഒരു ലെവലും പിന്നെ അതിന് മേളിലേക്ക് ഒക്കെയായിരിക്കും പോകുന്നത്. എന്നിട്ടും റിസൾട്ട് ഇല്ല എന്ന് പറയണോ? റിസൾട്ട് ഇല്ലാത്തതിൻ്റെ കാര്യം ഈ ബോക്സിൻ്റെയോ ഈ ഇവർക്ക് കമ്പനി തരുന്ന ഈ ഡ്രൈവേഴ്സിൻ്റെയോ ഒന്നുമല്ല. ബോക്സുകൾ കറക്റ്റായിരിക്കണം. കറക്റ്റായിട്ടുള്ള ട്യൂൺഡ് ബോക്സ്, അതിൻ്റെ പാരാമീറ്റർ അനുസരിച്ച് നിർമ്മിച്ചിട്ടുള്ള ബോക്സ് ആണെങ്കിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് അവാർഡാണ്. ഈ അവാർഡ് ഇപ്പോൾ എല്ലാവരും JBLൻ്റെ പുറകെയാണല്ലോ. എങ്കിലും ഇത് അവാർഡാണെങ്കിലും ഈ JBLനെ തോപ്പിക്കുന്നൊരു ലെവലിലേക്ക് ഈ സാധനം പെർഫോം ചെയ്യും. അതുപോലെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു 12 ഇഞ്ച് അവാർഡിൻ്റെ ഒരു സബ്വൂഫർ ബോക്സും ഒക്കെയാണ് ഇത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിൻ്റെ ആ ഒരു ടോട്ടൽ ഒരു സെറ്റപ്പ് ഉള്ളത്. ബോക്സുകളൊന്നും വിഷയമല്ല, സിസ്റ്റം ചെയ്യുന്ന കാര്യത്തിൽ നന്നായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്.
കാരണം ഈ ഒരു ലുക്ക് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കണം, ഇങ്ങനെ ഒരു ലുക്കിൽ ഒരു സിസ്റ്റം ചെയ്യണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഈ പാനലും കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ട്. ഇതൊന്ന് ചെയ്യാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഈ വീഡിയോ ഇത്രയും വൈകിപ്പോയത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതുള്ളത്. ഇനി നമുക്ക് ഈ സിസ്റ്റം ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇത് ഉള്ളത് ഒരു സ്റ്റാൻഡ് ബൈ മോഡിലാണ് ഉള്ളത്. അതായത് ഞാൻ ഇതിൻ്റെ പ്ലഗ് ഞാൻ കണക്ട് ചെയ്തിട്ട് അവിടെ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പിൽ ഇവിടെ ഇങ്ങനെ LED റെഡ് ഇങ്ങനെ ബ്ലിങ്ക് ആവും. ഞാൻ ഇതിൻ്റെ ഈ ബട്ടൺ ഇവിടെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ഓൺ ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് സിസ്റ്റം ഒന്ന് ഓൺ ചെയ്യാം. സിസ്റ്റം ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ മൊബൈൽ ഫോണുമായിട്ട് ഇപ്പോൾ ബ്ലൂടൂത്ത് പെയറായി ഒരു പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പോസ് ചെയ്തു. നല്ല ബേസ് പെർഫോമൻസ് ആണ്. ബേസ് ആയാലും മിഡ് ആയാലും ട്രിബിൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. നമുക്ക് ഒരു മൈക്രോഫോൺ ത്രൂ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഇത് ഉള്ളത്. ഇതുകൊണ്ടല്ലേ എൻ്റെ ഈ റൈറ്റ് സൈഡിൽ ഇത് കംപ്ലീറ്റ് വിസിബിൾ ആണ്. നല്ല ഭംഗിയാണ്. ഒരു ടേബിളിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കാണാൻ നല്ല ലുക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഓഡിയോ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും മറ്റു കാര്യങ്ങളും. അപ്പോൾ ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക. എന്തെങ്കിലും അഡീഷൻസ് ഇനി ഞാൻ ചെയ്യണമായിരുന്നോ, അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഞാൻ വരുത്തണമായിരുന്നോ, നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.